വൺ ഡേ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇടുക്കി ജില്ലയിലെ മാങ്കുളം. വളരെ രസകരമായൊരു പ്ലേസാണ്. മഴക്കാലത്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് കാണാനൊക്കെ ഉള്ളത്. നമുക്ക് മാങ്കുളത്തേക്ക് ജീപ്പിലാണ് കേട്ടോ നമ്മൾ പോവുക. ഫസ്റ്റ് നമ്മൾ കാണുന്ന വ്യൂ ഈ വെള്ളച്ചാട്ടത്തിൻ്റെയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാനൊക്കെ പറ്റിയ രീതിയിലാണ് ഈ ടൈമിൽ നിൽക്കുന്നത്. മഴക്കാലത്ത് നിറയെ വെള്ളമായിരിക്കും എന്നാണ് കേട്ടോ നമ്മൾ ഡ്രൈവർ പറഞ്ഞത്. പിന്നെ നമ്മൾ കാലൊക്കെ വെള്ളത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷുകളൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകൾ വന്നിട്ട് നമ്മുടെ കാല് പൊതിയൂട്ടാം. സൗജന്യമായിട്ട് ഫിഷ് സ്പാ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതന്നെ. നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാറ് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ കാണുമ്പോൾ ഒരു ആകാംക്ഷയിൽ നമ്മൾ ചെയ്യാറില്ലേ. നല്ല രസമായിട്ട് അതെല്ലാം നമ്മുടെ കാലുമ വന്ന് വരും കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കാണാനുള്ളത് തൂക്കുപാലമാണ്. മാങ്കുളത്ത് തന്നെ തൂക്കുപാലം നല്ല രസകരമായിട്ടാണ് കേട്ടോ. ഒരു സ്ഥലത്തു നിന്ന് നദിയുടെ മുകളിലൂടെയാണ്, പുഴയുടെ മുകളിലൂടെയാണ് തൂക്കുപാലം വരുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. എന്താ പറയുക, അധികം വണ്ടികളൊന്നും ഇല്ലാതെ ജീപ്പ് സർവീസ് മാത്രമുള്ള കാരണം തന്നെ എല്ലാം നല്ല ഫ്രഷ് എൻവയോൺമെൻ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ മാലിന്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഇതുപോലെ തന്നെ ആളുകൾ, ആ ഏരിയയിലത്തെ ആളുകൾ വന്ന് ജീപ്പ് കഴുകലും പിന്നെ അലക്കുക, അങ്ങനെ ഒരു പോത്തിനെയൊക്കെ കഴുകണമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇതിൽ കിട്ടിയില്ല. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഓപ്പോസിറ്റ് ജീപ്പ് കടന്നിട്ട് അവിടെ വന്നിട്ടാണ് കേട്ടത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് സിപ്പ് ലൈനാണ്. കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സിപ്പ് ലൈനാണെന്നാണ് പറഞ്ഞത്. നല്ല രസമായിരുന്നു കേട്ടോ. ഒരാൾക്ക് 600 രൂപയായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടുതലുള്ള കാരണം ഞങ്ങൾക്ക് 20 ആൾക്കാരോളം പോയിട്ടുള്ള കാരണം ഞങ്ങൾക്ക് അത് തന്നെ റേറ്റ് കുറച്ച് കിട്ടി. അതിനുശേഷം പിന്നെയും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനും നല്ല വ്യൂ ആണ്. മുകളിൽ നിന്ന് അടിയിലേക്ക് ഈ ടൈമിൽ അധികം വെള്ളമൊന്നും ഇല്ല, എങ്കിലും മഴക്കാലത്ത് നിറയെ വെള്ളമായിരിക്കും കേട്ടോ. മാങ്കുളം മഴക്കാലത്ത് കാണേണ്ട ഒരു പ്ലേസാണ്. പിന്നീട് നമ്മൾ കാട്ടിലേക്ക് ട്രക്കിംഗ് ആണ് പോയത്. ട്രക്കിംഗ് എന്ന് വെച്ചാൽ ആനക്കുളം കാണാൻ വേണ്ടിയിട്ടാണ് കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയത്. ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുർഘടമായൊരു സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ. തീരെ ടാറിങ്ങൊന്നും ഇല്ല. പക്ഷെ നല്ല രസമായിരുന്നു. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ട്രക്കിങ്. നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞിരുന്നു, ശുദ്ധമായ വായു ശ്വസിച്ച് കുറച്ച് നേരമൊക്കെ നിങ്ങൾ റിലാക്സ് ചെയ്യേ. അങ്ങനെ ഒരു സ്ഥലമാണ് മാങ്കുളം. അതിൻ്റെ കുറച്ച് 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നമ്മൾ അതിരപ്പിലോട് ചേർന്നിട്ടുള്ള നമ്മുടെ കടുവറങ്ങുന്ന സ്ഥലമല്ലേ, വട്ടവടയല്ല, വേറെ ഏതോ ഒരു കാർഡായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആനക്കുളത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ആനകളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാനൊക്കെ വന്നു. പിന്നെ നമ്മൾ ജീപ്പിൽ തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് അവർ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കും കേട്ടോ. അപ്പോൾ നല്ല രസകരമായൊരു യാത്രയാണ്. നമുക്കൊരു ദിവസം ഫുള്ളായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്.